വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിലുകൾ നമുക്കായിട്ട് ദൈവം തുറക്കും. രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ 12 വർഷമായിട്ട് അവൾക്ക് ആ അസുഖമുണ്ട്. ആ അസുഖം മാറ്റാനായിട്ട് പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി, പല മരുന്നുകളും കഴിച്ചു. അവളുടെ ജീവിതത്തിലെ സമ്പാദ്യമെല്ലാം അതിനുവേണ്ടി ചെലവാക്കിയിട്ടും അവളുടെ രോഗത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ അവൾ വീട്ടിൽ വളരെ വിഷമിച്ച് പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ ആരൊക്കെ പറയുന്നത് കേട്ടു, യേശുക്രിസ്തു എന്നൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ സൗഖ്യം നേടാനായിട്ട് അനേകർ പോകുന്നു, അവർക്ക് സൗഖ്യമാകുന്നു എന്നെല്ലാം കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ കേൾവിയാൽ അവൾക്കൊരു വിശ്വാസം വന്നു. ആ സ്ത്രീ ഒരു തീരുമാനമെടുത്തു, ആ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എനിക്ക് തൊടണം, അത് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്തു. ഈ പറഞ്ഞത് പബ്ലിക്കിലല്ല പറഞ്ഞത്, അവൾ അവളുടെ വീട്ടിനകത്തിരുന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പറയുന്നവർ 2 കൂട്ടരാണ്. ഒന്നാമത് മാനസിക പ്രയാസമുള്ളവർ സ്വന്തമായിട്ട് വെറുതെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരുണ്ട്. രണ്ടാമതായി വിശ്വാസമുള്ളവർ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. ഈ സ്ത്രീ വിശ്വാസത്തോടുകൂടെ വീട്ടിലിരുന്ന് പറഞ്ഞു, ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസം ഉറച്ച വിശ്വാസമായിരുന്നു. കാരണം എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. സാധാരണ യഹൂദന്മാർ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ വചനം എഴുതി വെച്ചിരിക്കും. അപ്പോൾ ഈ സ്ത്രീ തീരുമാനിച്ചു, തൊടുകയാണെങ്കിൽ ആ വചനത്തിൽ തന്നെ തൊടണം, കാരണം അവിടെയാണ് എനിക്ക് വിടുതലിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ തൊടുകയാണെങ്കിൽ ഈ കർത്താവിൻ്റെ വചനത്തിലായിരിക്കണം തൊടേണ്ടത്. അവിടെയാണ് നമ്മുടെ വിടുതൽ. അങ്ങനെ ഈ സ്ത്രീ ആ തീരുമാനമെടുത്തു. അങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞു. വീട്ടിലിരുന്ന് വെറുതെ പറഞ്ഞിരുന്നുകൊണ്ട് മാത്രമല്ല, അവൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അവൾ പോയി യേശു കർത്താവ് നടന്നു പോകുന്ന ആ വഴിയിൽ പത്രോസും യോഹന്നാനും എല്ലാവരും ചുറ്റിലും ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ നടക്കുന്ന അതിൻ്റെ ഇടയിൽ ഈ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടണമെങ്കിൽ അവൾക്ക് മുട്ടിലെഴഞ്ഞ് നീങ്ങണം. ആ മുട്ടിലെഴഞ്ഞ് നീങ്ങുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരുടെ കാൽമുട്ടുകൾ ഇവളുടെ ദേഹത്തും തലയിലും ഒക്കെ മുട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾ ഇഴഞ്ഞു പോയി, മുട്ടിൽ ഇഴഞ്ഞ് നീങ്ങി ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു, ആരോ എന്നെ തൊട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇത്രയും വലിയ കൂട്ടത്തിനിടയിൽ ഒത്തിരി പേര് തിക്കും തിരക്കുമുള്ള സമയമല്ലേ, അങ്ങനെ എങ്ങനെ ഞങ്ങൾ കണ്ടെത്തും? അതേ പ്രിയമുള്ളവരെ, നമ്മൾ തൊടുന്നവരായിരിക്കണം, തിക്കി തിരക്കുന്നവരായിട്ടല്ല, തൊടുന്നവരായിരിക്കണം. ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സ്ത്രീ മാത്രമാണ് വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായിരിക്കണം. പറയുന്നവർ മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം വേണമെങ്കിൽ, നമ്മൾ വീട്ടിലിരുന്ന് ഇന്ന് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകും, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പിടിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കും, ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇന്നു മുതൽ നമുക്ക് പറയാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Amen. God bless you.